കേരളത്തിൽ ഒരു മന്തിക്കടക്കാരൻ മാത്രമല്ല ഈ ശ്രീകൃഷ്ണനെ അപമാനിച്ചിരിക്കുന്നത്. അടുത്ത മന്തിക്കടക്കാരനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ചേർത്തലയ്ക്ക് പിന്നാലെ മലപ്പുറം അങ്ങാടിപ്പുറം തിരൂർക്കാടും വിഷു മന്തി പരസ്യ വിവാദം. അങ്ങാടിപ്പുറം ഓരാടം പാലത്ത് പ്രവർത്തിക്കുന്ന യമാമ ഷവായ ഹോട്ടലിലാണ് മയിൽപ്പീലി ചൂടിയ കണ്ണൻ മന്തി പ്ലേറ്റിന് മുന്നിൽ ഇരിക്കുന്ന ചിത്രം പങ്കുവച്ചത്. ഒരു LKG പഠിക്കുന്ന ഒരു കുട്ടിയുടെ കൂടെ ഈ ഹിന്ദുക്കളുടെ ദൈവങ്ങളെല്ലാം വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ എന്ന് ചോദിച്ചാൽ അവൻ പറയും വെജിറ്റേറിയൻ ആണ് എന്ന് പറയും. അപ്പോഴാണ് ഇത്രത്തോളം പോത്തുപോലെ വളർന്ന് ഇവിടെ ബിസിനസ് ചെയ്യുന്ന മന്തിക്കടക്കാരന്മാർ ഇങ്ങനെ ഈ ഹിന്ദു ദൈവങ്ങളെ അപമാനിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ടൊന്നുമല്ല ഈ ഹിന്ദുക്കളുടെ ആചാരങ്ങളെ ഈ കേരളത്തിൽ അപമാനിക്കാൻ തുടങ്ങുന്നത്. ഇതിനു മുമ്പിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ SFI എന്നൊരു സംഘടന ഇവിടെ ശബരിമല സ്ത്രീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് അയ്യപ്പസ്വാമിയെ മോശമായി ചിത്രീകരിക്കുകയും വെറും വൃത്തികെട്ട രീതിയിൽ ചിത്രീകരിക്കുകയും അതേപോലെ ഫ്ലെക്സ് അടിച്ച് വെക്കുകയും ചെയ്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്റ്റുഡന്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്നൊരു സംഘടനയാണ്. ഇതേപോലുള്ള സംഭവങ്ങൾ നടന്നിട്ടും അന്ന് കേരളത്തിലെ ഈ വിശ്വാസികളായ മണ്ടന്മാരൊന്നും പ്രതികരിക്കാത്തതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഇതേപോലത്തെ ആൾക്കാർ ഓരോരോ തെറ്റിദ്ധാരണയിൽ ഇങ്ങനെ ദൈവങ്ങളെ അപമാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കേരളത്തിലാണ് ഏറ്റവും കൂടുതലും ഈ ഹിന്ദു ദൈവങ്ങളെയും ഹിന്ദുക്കളുടെ ആചാരങ്ങളെയും വേട്ടയാടപ്പെടുന്നത്. ഹിന്ദു ധർമ്മം ഫോളോ ചെയ്തു പോകുന്ന അഹോരികളെ അടക്കം അപമാനിക്കുന്ന ആൾക്കാരുള്ള ഒരു നാടാണ് ഈ കേരളം എന്ന് പറയുന്നത്. അതെടുത്ത് റീലാക്കുകയും ചിത്രീകരിക്കുകയും അതേപോലെ തന്നെ ഹിന്ദുക്കളുടെ വിശ്വാസങ്ങളിൽ ഒരാള് പോവുകയാണെങ്കിൽ അവരെ BJP ആക്കുകയും ഇല്ലെങ്കിൽ BJPക്കാരാരേലും ഒരാള് ഹിന്ദു ആചാരത്തെ ഫോളോ ചെയ്ത് പറയുവാണെങ്കിൽ അതിനെ കളിയാക്കുകയും ചെയ്യുന്ന ആൾക്കാരുള്ള ഒരു നാടാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഹിന്ദുക്കള് ഇല്ലെങ്കിൽ ആരിതിനെ എതിർക്കുന്നോ അവരെ ഇപ്പം BJP ആക്കിയിരിക്കുകയാണ്. സിനിമാ നടൻ ഉണ്ണിമുകുന്ദൻ ഇവിടെ പ്രതികരിച്ചപ്പോൾ അങ്ങനൊന്നും പ്രതികരിക്കാൻ പാടില്ല, എന്തിനു സിനിമാ നടൻ ഉണ്ണിമുകുന്ദൻ പ്രതികരിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വീഡിയോ ചെയ്യുന്ന കുറെ ഇൻഫ്ലുവൻസർമാരെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. താങ്കൾ ഒരു അഭിനേതാവെന്ന രീതിയിൽ താങ്കൾ ഒരു ഹൈന്ദവ മത വിശ്വാസിയായിരിക്കാം, താങ്കൾ ഒരു BJP സപ്പോർട്ടർ ആയിരിക്കാം, താങ്കൾ സമൂഹത്തിൽ സിനിമാ താരം എന്ന രീതിയിൽ ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ താങ്കൾ ഇങ്ങനത്തെ ഒരു കാര്യത്തിലേക്ക് ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് അഭിപ്രായങ്ങൾ പറയുമ്പോൾ കുറച്ചൊരു ശ്രദ്ധിക്കണമെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്.